വിഖ്യാത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ ഓർമ്മയ്ക്ക് മ്യൂസിയം ഒരുക്കി സംസ്ഥാന സർക്കാർ. 300 കോടി വിലമതിക്കുന്ന കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തി കൊല്ലം അശ്രാമം സാംസ്കാരിക സമുച്ചയത്തിലാണ് മ്യൂസിയം സ്ഥാപിച്ചത്. സഞ്ചാരികളെ ആകർഷിക്കാൻ പ്രത്യേക ടൂറിസം സർക്യൂട്ട് ആരംഭിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച അതുല്യ കലാകാരൻ എ രാമചന്ദ്രന്റെ ചിത്രങ്ങളും ശില്പങ്ങളും മറ്റ് കലാസൃഷ്ടികളുമാണ് മ്യൂസിയത്തിലുള്ളത്. പൂർണ്ണമായും ശീതീകരിച്ച ആർട്ട് ഗാലറിയിൽ 52 ചിത്രങ്ങൾ ഉൾപ്പെടെ 100ഓളം കലാസൃഷ്ടികളുണ്ട്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ സ്ഥാപിച്ച എ രാമചന്ദ്രൻ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിപണി മൂല്യം മാത്രമല്ല ഇവിടെ കണക്കാക്കപ്പെടേണ്ടത്, അതിലും എത്രയോ വിലമതിക്കുന്നതാണ് ശ്രീ എ രാമചന്ദ്രന്റെ കലാസൃഷ്ടികൾ. അദ്ദേഹം സാംസ്കാരിക രംഗത്തിന് നൽകിയ സംഭാവനകൾ കലയെ സാമൂഹിക ഉത്കർഷത്തിനായി ഉപയോഗിക്കാം എന്ന് തെളിയിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക വകുപ്പും ലളിതകലാ അക്കാദമിയും ചേർന്ന് രാമചന്ദ്രന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് മ്യൂസിയം യാഥാർത്ഥ്യമാക്കിയത്. 30 കോടിയിലധികമാണ് വെങ്കലത്തിൽ നിർമ്മിച്ച 8 ശില്പങ്ങളുടെ മാത്രം വില. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുട്ടികളുടെ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മ്യൂസിയത്തിൽ പോയി വർക്കുകളെ കണ്ട് ചിന്തിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും വിദ്യാഭ്യാസപരമായിട്ട് അവരുടെ സോഫ്റ്റ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു ആശയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പുതു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് ഇതിനെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. മ്യൂസിയത്തിന്റെ ഭാഗമായി ലളിതകലാ അക്കാദമിയുടെ ക്യാമ്പിൽ നിർമ്മിച്ച കരിങ്കൽ ശില്പങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവർത്തനം. 50 രൂപയാണ് പ്രവേശന ഫീസ്. മീഡിയ 1 കൊല്ലം.